ഇന്നെന്നാ പറ്റി? രണ്ടുപേരും ഭയങ്കര സ്നേഹത്തിലാണല്ലോ. എത്ര നേരത്തേക്കാണെന്ന് ആർക്കറിയാം. ടൗവല് ഇതെന്താ പറ്റി? ഇത് സാധാരണ മേശപ്പുറത്താണല്ലോ വെക്കുന്നത്. മറന്നുപോയെന്ന് തോന്നുന്നു. ഞാനൊരു 500 രൂപ ചോദിച്ചപ്പോ അങ്ങേറെ കയ്യിലില്ല. 1000 രൂപ എനിക്കിരിക്കട്ടെ. അതെ ഇക്ക, 2 ആഴ്ചയായി പൈസ വന്നിട്ട് കേട്ടോ. ഓ അതിനെന്നാ, ഇപ്പൊ അടച്ചേക്കാം. ഞാനിത് അനീഷിന്റെ അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്കേ ആ പൈസയും ബുക്കും എടുത്ത് വെച്ചേരെ. ആ മോനെ, ബാപ്പിയുടെ ആ പേഴ്സേ ആ മേശപ്പുറത്ത് ഇരിപ്പുണ്ടേ, അതിങ്ങ് എടുത്തോണ്ട് പോവാ. പിന്നെ അമ്മയോട് ആ ബുക്കും കൂടെ ഇങ്ങ് മേടിച്ചോ കേട്ടോ. അവിടെ ഇല്ലേ? അമ്മ എന്തേ? എടി നീ ആ പാന്റ് അലക്കിയോ? അതിനകത്ത് പേഴ്സ് ഉണ്ടോ നോക്കി. ആ ഉണ്ടെണ്ണേ. എടി നീ ആ ഇസാബിന്റെ ബുക്ക് എവിടെയാടി വെച്ചിരിക്കുന്നേ? അതാ മേശക്കകത്തിരിപ്പുണ്ടെന്നേ. ആണോ? എടി ഞാൻ ഇതിനകത്ത് 2000 രൂപ വെച്ചാണല്ലോ. 1000 രൂപയുടെ കുറവുണ്ടല്ലോ. ഞാൻ ആ ഇസാഫിന് കൊടുക്കാൻ വേണ്ടി ആ ജബ്ബാന്റെ കയ്യിൽ നിന്ന് 2000 രൂപ മേടിച്ചു വെച്ചായിരുന്നു. അവനാണെ ഇപ്പൊ വരുകയും ചെയ്യും. ഇനിയിപ്പോ 1000 രൂപ ഞാൻ എന്നാ ചെയ്യും? 1000 രൂപ ഞാൻ എവിടുന്ന് ഉണ്ടാക്കും? അണ്ണാ ഇതാ 1000 രൂപ. ഇത് ഇസാഫിന് തന്നെ അടച്ചേരെ. നീ മോഷ്ടിക്കാനും തുടങ്ങിയ? മോഷണം നല്ലതല്ല, അത് നമ്മുടെ ജീവിതം തന്നെ നശിപ്പിക്കും. അതിന് നിങ്ങൾ എനിക്കിപ്പം പൈസ ഒന്നും തരാറില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ എടുത്തത്. എടി ഞാനൊരു കൂലിപ്പണിക്കാരനല്ലേ. ജീവിതത്തിന്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കുന്നതിനിടയില് ചിലപ്പോ അതൊന്നും നടന്നെന്ന് വരില്ല. എടി ഞാൻ ഈ കഷ്ടപ്പെടുന്നതെല്ലാം നിങ്ങൾക്കൊക്കെ വേണ്ടി തന്നെ അല്ലേ. എടി നീ എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് വേറെ ആരാ എന്നെ മനസ്സിലാക്കും?